ചായക്കടയിൽ നിന്ന് നമ്മൾ കഴിക്കാറുള്ള നല്ല മൊരുമൊരാന്നുള്ള ഉള്ളിവട നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 സവോള നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഈ സവോള കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം. അപ്പോഴത്തേക്കും സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങി സവാള നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒട്ടിയിരിക്കുന്ന സവോളയൊക്കെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും കൂടി ഒന്ന് ചേർത്ത് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മൈദ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് കയ്യിലൊന്ന് ഉരുളയാക്കി എടുക്കാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം വിരൽ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.